ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ചട്ടിയും കലവും ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തലേ ദിവസം തന്നെ എറണാകുളത്ത് വന്നായിരുന്നു. വെറുതെ ഒരു സംസാരത്തിനിടയിലാണ് വെറുതെ ഒന്ന് കോഴിക്കോട് പോയി വരാമെന്നൊരു പ്ലാൻ. എന്നാൽ പിന്നെ നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരാമല്ലേ? കൂടെ നിങ്ങളും കൂടുമല്ലോ അല്ലേ? അപ്പോൾ തലേ ദിവസം ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ വന്ദേ ഭാരതിൽ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. വന്ദേ ഭാരതിൽ ഇതുവരെയ്ക്കും യാത്ര നടത്തിയിട്ടില്ല. എന്നാൽ പിന്നെ ഒരു യാത്ര വന്ദേ ഭാരതിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ലഗേജൊക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു. സേനക്കുട്ട നീ ഒന്ന് സീറ്റ് പിടിച്ചാ കറക്റ്റ് തന്നെ. അപ്പോൾ ട്രെയിനൊക്കെ കിട്ടി, സീറ്റൊക്കെ പിടിച്ചിരുന്നു. വന്ദേ ഭാരത് യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ട്രെയിൻ യാത്രയിലെ ക്ഷീണമൊന്നും തോന്നിയില്ല. സീറ്റുകളൊക്കെ പുഷ് ബാക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ യാത്രാസുഖം തോന്നിയിരുന്നു. കുറച്ചു നേരം ഇരുന്നപ്പോഴേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഫുഡ് വേണമെങ്കിൽ ടിക്കറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കുട്ടികളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ടിക്കറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു. വെജ് നോൺ വെജ് ഒക്കെ ഉണ്ട്. നമ്മൾ നോൺ വെജാണ് പ്രിഫർ ചെയ്തിരുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഫുഡൊക്കെ വന്നു. ഈ നോൺ വെജ് ഫുഡിന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും പൊട്ടറ്റോ ഫ്രൈയും കുറച്ച് വെജീസൊക്കെ ആയിരുന്നു. പിന്നെ ബണ്ണും ബട്ടറും പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാനായിരുന്നു പെടാപ്പാട് പെട്ടത്. എനിക്ക് മാത്രമല്ലല്ലോ, ഇവർക്കും പൊട്ടിച്ചു കൊടുക്കണ്ടേ. പിന്നെ ഞാനത് പതുക്കെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു.
ബണ്ണും ഒരു ബട്ടർ, പിന്നെ കോഫി മേറ്റ്, കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പ്രീമിക്സ്. ഈ വെജിറ്റേറിയൻ ഫുഡിന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആണെന്ന് തോന്നുന്നു. കേക്ക് എന്തോ ഒരു സ്നാക്സ് ആണ്. ഇത് കൈ പിടിച്ച് കഴിച്ച് കോഫി മേക്കിങ്ങിന് ഹോട്ട് വാട്ടർ കൊണ്ടുവന്നു. കോഫി പ്രീമിക്സ് പാക്കറ്റുകളല്ലേ അത്. ഹോട്ട് വാട്ടർ തട്ടിയിട്ട് മിക്സ് ആക്കിയാൽ മതിയല്ലോ. അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. പഞ്ചസാര അതിൽ തന്നെ ഉണ്ടാകും. അന്തരാണ് നിങ്ങളുടെ പാസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് എത്താറായി. നല്ലൊരു യാത്രാനുഭവമായിരുന്നു വന്ദേ ഭാരത് യാത്ര. റൊട്ടേറ്റബിൾ സീറ്റ്, വൈഡ് വിൻഡോ, ഓരോ സീറ്റിലും ചാർജിങ് പോയിന്റുകൾ, നല്ല ഫുഡ്, സുരക്ഷിതത്വം, നല്ല ടോയ്ലറ്റ്, അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നിയത്. ഓട്ടോമാറ്റിക് ഡോറുകൾ, എല്ലാം കൊണ്ടും സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാൻ റെയിൽവേ ഒരുക്കിയ വന്ദേ ഭാരത് അടിപൊളിയായിരുന്നു കേട്ടോ. കയറാൻ അല്പം ലേറ്റായി, പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വന്ദേ ഭാരതിലെ ടോയ്ലറ്റ് ആണ് കേട്ടോ. വാഷ് ബേസിൻ, number 20634 Thiruvananthapuram Central, Kasaragod 1 exit has arrived on platform number 4. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 206
കോഴിക്കോടെത്തി നമ്മൾ. പൊട്ടറ്റോ ഫ്രൈ പൊട്ടറ്റോ ഫ്രൈ തീറ്റുകാരി അവന് ഇഷ്ടപ്പെട്ടോളൂ. പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടപ്പെട്ട. സാധനം ബാക്കി വെക്കണ്ടേ? വേണ്ട, അത് കയ്യിൽ വെച്ചാൽ ബാഗ് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി. കുറച്ച് നേരം അവിടെ പോസ്റ്റായി കേട്ടോ. ഒരു യൂബറൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക്. നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാ എനിക്ക് മനസ്സിലായ ഇക്ക നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു ഈ കോഴിക്കോട് ട്രിപ്പ്. പക്ഷേ ഞാൻ എറണാകുളത്ത് വന്നപ്പോഴാണ് അറിഞ്ഞേ. കാരണം നേരത്തെ തന്നെ PWയുടെ റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിരുന്നു. ഇതാണ് കേട്ടോ PWയുടെ കോഴിക്കോടുള്ള റെസ്റ്റ് ഹൗസ്. കൊള്ളാം കേട്ടോ, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഇക്കടെ ജോലിയുടെ ഐഡിയ ഒക്കെ ചോദിച്ചു. അതിങ്ങനെ പറയുക, ഞാനൊന്ന് ആക്സിഡൻ്റലി എടുത്തിട്ടതാ ID, എന്തായാലും ഉപയോഗപ്പെട്ടു എന്ന്. എന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോയി. അടിപൊളി റൂം കേട്ടോ. നിക്കടാ, ടോയ്ലറ്റ് നോക്കടാ. ടോയ്ലറ്റ് PWയുടെ റെസ്റ്റ് ഹൗസ് ആണേ. ഇവിടുത്തെ അലമാര കൊണ്ടുപോകാൻ പറ്റുമോ? നല്ല റൂമല്ലേ. ആ ഫ്രണ്ട് വിൻഡോ സൈഡൊക്കെ കൊള്ളാം. ബെഡ്ഷീറ്റ് തരുമായിരിക്കും ചോദിക്കുന്നത്. അലമാരി കാണും, അലമാരി കാണും. ഇതെന്തൊരു ബാൽക്കണിയാ? തുറന്നേ, ബാൽക്കണി ഉണ്ടോ? അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഏവനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അല്ലേ? നമ്മൾ വന്നത് തന്നെ ഉച്ച സമയത്താണ് കേട്ടോ കോഴിക്കോട് വന്നിറങ്ങിയത്. റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. നല്ല വിശപ്പ് കാരണം ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി താഴെ ഇറങ്ങി ചെന്നപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടെ ക്യാൻറ്റീനിലെ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. ആ ബീറ്റ്റൂട്ടാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് നമ്മളൊരു ആട്ടോ പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു ഓർത്തോപീഡിയാട്രിക് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. കളയതങ്ങ് കളയടേ. നമ്മളിപ്പോൾ വന്നേണ്. അതിന് ഓട്ടം കിട്ടി കാണില്ല. എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നായിരിക്കും. മോൻ വീട്ടിൽ നിന്ന് വരുന്നതിന് തലേ ദിവസം രാത്രി കൈയൊന്ന് മടങ്ങിയായിരുന്നു കേട്ടോ. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒന്ന് ഓട്ടോയോ ഒന്ന് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കാണിക്കാനാണ് അവന് വിധിയായിരുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു.
ഫ്രാക്ചർ ഒന്നുമില്ല, എന്നാലും 2 വീക്ക് വിരലുകളൊന്നും അനങ്ങാതിരിക്കാൻ കെട്ടിവെച്ച് തന്നു കേട്ടോ. അത് കുട്ടിച്ചിറ ഏതാ? ബീച്ചിലുണ്ട്, മർക്കസിന്റെ കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ നിംസ് ഹോസ്പിറ്റൽ 3 ഉണ്ട്. ബീച്ചിൽ പോയാൽ കുറ്റിച്ചിറയുണ്ട്, പിന്നെ പാലക്കണമുണ്ട്. റാകുമ്പത്ത് കിട്ടുന്ന സ്റ്റേഡിയം. കുട്ടിച്ചിറ എന്താ സ്പെഷ്യല്? കുറ്റിച്ചിറ മട്ടൻ കാര്യമായിട്ട് ബിരിയാണിൻ്റെ ഐറ്റംസ് തന്നെ. പിന്നെ മന്തി കിട്ടുന്ന നേരി മന്തി ഉണ്ട് ബീച്ചിൽ തന്നെ, സൂപ്പർ മന്തിയാണ്. ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. ഫിഷ് ഐറ്റംസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പിന്നെ ഭാസ്കരേട്ടൻ്റെ കടന്ന് കടന്ന് അത് ഇവിടുന്ന് ഏകദേശം ഊബറിന് ബുക്ക് ചെയ്ത് പോയാൽ 350 രൂപ ഊബറിന് കൊടുക്കും. ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും. ഭാസ്കരേട്ടൻ്റെ മീൻകട, ചോറ് കട, അങ്ങനത്തെ ഭാഗം അതേമാതിരിക്ക് ബാലേട്ടൻ്റെ. എന്നിട്ട് കോഴിക്കോട് വന്നതല്ലേ, നേരെ ഒരു യൂബറും പിടിച്ച് SM സ്ട്രീറ്റിലോട്ട് പോയി, നമ്മുടെ മിഠായി തെരുവ്. അപ്പോൾ യൂബറിൽ വന്നപ്പോൾ യൂബറിലെ ഡ്രൈവറിനോട് ഇങ്ങനെ ഫുഡ് സ്പോട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുക. ഈ കോഴിക്കോട് ട്രിപ്പ് തന്നെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെന്നാണ് ഇക്കാടെ വാദം. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് എറണാകുളത്താണ് ഒരുപാട് ഫുഡ് സ്പോട്ടുകളുള്ളത്, എന്തും എക്സ്പ്ലോർ ചെയ്യാം അവിടെ നിന്ന്. അത് ഇക്കായും ശരിവെക്കാറുണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോടിന് കോഴിക്കോടിൻ്റേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കിഷ്ടമാണല്ലോ. SM സ്ട്രീറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. SM സ്ട്രീറ്റിൽ വന്നാൽ പിന്നെ അത് വേണമല്ലോ. പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കത്തില്ല. എൻ്റെ ജ്യൂസ് ആരും കുടിക്കായിരുന്നു. അയ്യോ, മധുരം ഇടാത്ത ജ്യൂസ് മതിയായിരുന്നു. പറഞ്ഞില്ല. എങ്ങനെ ഈ അടുത്ത് പറഞ്ഞായിരുന്നു? ഒരു മാംഗോ ജ്യൂസ് പറഞ്ഞായിരുന്നു കേട്ടോ, മധുരം ഇടണ്ടായിരുന്നു. 5 മിനിറ്റ് ആവേ, ആരെന്താ ചോദിക്കാതെ. ഞാൻ ഇപ്പൊ തീരും. എന്തോ ഡയലോഗ് അപ്പുറം വരുന്നില്ല. ഒന്നും പറഞ്ഞ് ഷവർമ്മ വരത്തില്ല. നടന്ന് നടന്ന് ഓരോരുത്തർക്കും വിശക്കാൻ തുടങ്ങി. അവർ ഓരോ ഷവർമ്മ പറഞ്ഞു. എനിക്കിപ്പോൾ ഷവർമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഓരോ സമയത്തും ഓരോ രുചികളാണ് എനിക്കിഷ്ടം. ഷവർമ്മ കഴിക്കാത്തതിനുള്ള പിണക്കമാണ് ഇങ്ങനെ ഇരുന്നവർ പറയുന്നത്. ഞാനൊരു മാംഗോ ജ്യൂസ് പറഞ്ഞു. ബീച്ച് തന്നെ. അത് ഇവിടെ മതി, ഇവിടെ ആക്കിയാൽ അതൊക്കെ ഇറങ്ങിക്കോ. ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയും വിളിച്ച് നേരെ ബീച്ചിലോട്ട് പോയി. കൊല്ലം ബീച്ച് പോലെ എനിക്ക് കാണാൻ മുതൽ മുഴുവൻ വേണ്ടി വരുമോ അവിടെ കയറാൻ?
അതിലെത്രയാണ്? രണ്ട് പീസ് അങ്ങണ്ടായിരുന്നു. എന്റെ പൊന്നു, ഭയങ്കര റേറ്റ് ആണല്ലോ. അങ്ങോട്ട് പോയി നോക്കിയാൽ എല്ലായിടത്തും ഇതേ റേറ്റ് ആയിരിക്കും. 4 പറ. ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് കല്ലുമ്മക്ക കഴിക്കാനുള്ള ആഗ്രഹം കാരണം ബീച്ച് സൈഡിലെ ഫുഡ് സ്പോട്ടിലോട്ട് പോയി. അവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ ഓരോ കല്ലുമ്മക്കായും കൂന്തലും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നിനും പണ്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. മുമ്പ് ഇവിടെ വന്ന് കല്ലുമ്മക്കായ കഴിച്ചതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ വായിലുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇപ്പം കിട്ടുന്നില്ല. ഓരോ കടി കടി എന്താ നിറച്ചേക്കുന്നത്? എന്ത് മസാല പൊടി കടിക്ക് കടിയിടാം. കാണാവോ കാണാവോ? ഇത് വീഡിയോ എടുത്താൽ അത് വേണ്ട. കൊള്ളാം. എനിക്ക് വേണ്ട. പിടി. വേണോ ഈ കല്ലുമക്ക? കല്ലുമ്മക്കായുണ്ട്, കൂന്തലുണ്ട്, കാളമുട്ടുണ്ട്. അവിടെ പറഞ്ഞോളി. കാളമുട്ടുണ്ട്, കല്ലുമ്മക്കുണ്ട്, ആദ്യം നോക്കട്ടെ. ക്രാബുണ്ട്, ക്രാബ്. മുമ്പൊക്കെ കൊള്ളായിരുന്നു. മിക്കല്ല അത് ഞാൻ കൊള്ളായിരിക്കും. അത് എടുക്കണ്ട, കൊള്ളത്തില്ല. സാധാ കല്ലുമ്മക്കായ ഇത് എന്തുകൊണ്ടത്? അല്ല, ഇത് മസാല. ഇതിന്റെ പുറത്ത് മസാല വെച്ചിട്ടുണ്ട്, മറ്റേ മസാല വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കൊള്ളത്തില്ല. എന്നാൽ നമ്മള് മുമ്പ് മേടിച്ചിരുന്ന നല്ലതായിരുന്നു. അതല്ല ഇത്. ഓ, അത് തിന്നാ. ഇങ്ങനത്തെ പീസ് മതിയാ സൈഡ്? കുനിഞ്ഞിന്ന് കഴിക്കും, അങ്ങോട്ട് പോയി കഴിക്കും. തീർന്നാ ഇതിൻ്റെ ഇടയ്ക്ക്. വാങ്ങിച്ചോ. ഒന്നും പണ്ടത്തെ ടേസ്റ്റ് ഇല്ല. വല്ലാത്തൊരിതായി പോയി. കല്ലുമ്മക്കായ സൂപ്പറായിരുന്നു. റെക്കോർഡായി. കാണിക്കാൻ പറ്റുന്നില്ല.
വെള്ളം എവിടെ നേരത്തെ അടിച്ച ആരായിരിക്കുന്നു? പിന്നെ ഓരോ ഐസുരപ്പ് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു. കൂന്തൽ നിറച്ചതൊക്കെ ഓരോ ഷോപ്പിലും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സഡ് മതിയോ? ആർക്ക് തിന്നുന്ന ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്. എത്ര? അവിടെ നിന്ന് ബീച്ചിലോട്ട് ഇറങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്നു. ഒരു ബാൾ കൊണ്ട് ഇറങ്ങിയപ്പോഴേ കോഴിക്കോട് ഇവർക്ക് ഫ്രണ്ട്സൊക്കെ ആയി കേട്ടോ. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു. മഞ്ഞ അമ്മാരെല്ലാം ആയിരിക്കും. യവന്മാർക്ക് പന്തറിയാവുന്നവന്മാരാണോ? സൈനോ കൈ സൂക്ഷിക്കണേ. അതാണ് കൈ വയ്യാത്ത കൈ വയ്യാത്തയാ. അവനെ കളിപ്പിക്കല്ലേ, കളിപ്പിച്ചാൽ ചിലപ്പോൾ കൂടും. നമുക്ക് തനിയങ്ങ് പോയാലോ. മോന് കൈവയ്യാത്തത് കൊണ്ട് നമ്മൾ അധിക നേരം ബീച്ചിലിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി. ആർക്കും അധികം വിശപ്പൊന്നുമില്ല. എന്നാലും അവിടെ ഒരു ഹണി കേക്കിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ ഒന്ന് കയറി. പേര് വായിക്കാൻ കാണാൻ പോലും ഹലാവ ലജീദ് വേണം. ബ്രൗണി ഇതിൽ ഏതാണെന്നാണല്ലേ എവൻ പറയണ ഏതെന്നാ? ഇത് മറ്റേ ചീസ് കേക്കിനകത്ത് മെൽറ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ്, അതാണ് അവൻ പറയുന്നത്. മെൽറ്റിംഗ് ചീസ് കേക്ക് ഓ, രണ്ടെണ്ണം ഏതെങ്കിലും മതി, എല്ലാം കൂടെ കഴിക്കത്തില്ല. അത് പറയാം. ഇന്ത്യ ജപ്പാനുണ്ട്. 400 രൂപ വേണ്ട. സ്പെഷ്യൽ കട്ട് കേക്ക് പറഞ്ഞാൽ പോലെ. ഹണി കേക്ക് കൊള്ളൂല നോക്കൂലേ. ഹണി കേക്ക് പിന്നെ ബാക്കി അവിടെ നോക്കി മറ്റേ പിന്നെ മറ്റേ ലോട്ടസ് ഏതെങ്കിലും ഒന്ന് പറ. ചീസ് കേക്ക്. ഇതും ലോട്ടസിന് എന്തെങ്കിലും പറയണ. ഇതങ്ങനെ പറ. എനിക്കെന്തെങ്കിലും വേണം പറ. അല്ല, അവന് ലോട്ടസ് മതി. ഞാൻ ലോട്ടസ് ഒന്നും എനിക്കിഷ്ടമുള്ള പറഞ്ഞു. മെൽറ്റിംഗ് ചീസ് കേക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ചോക്ലേറ്റിൻ്റെ കുറച്ച് ഓർഡർ ഇപ്പോൾ ഇത് ലോട്ടസ് ചീസ് കേക്ക്. ഇത് ചീസ് കേക്ക് ഇത് ലോട്ടസ് ചീസ് കേക്ക് നല്ല ടേസ്റ്റാണ്. ഇത് ഹണി ചീസ് കേക്ക് നല്ല ടേസ്റ്റ്. ചീസ് കഴിച്ചിരുന്നു നമ്മൾ ലാസ്റ്റ് ദുബായ് വൈറലായ സാധനം ഏതാണ്? പേൾ ഓറിയന്റഡ് ചീസ്. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതെന്തോ? അത് ലോട്ടസിൻ്റെ വരുന്നത് ചീസ് കേക്ക് അല്ലേ? ചീസ് കേക്ക്. ആ ചീസ് കേക്ക് മൂസ് ടൈപ്പാണ് വരുന്നത്. മറ്റേ പേൾ ഓറിയന്റ് പറയാം. നല്ല ടേസ്റ്റാണ്. അതൊന്നെടുത്തോ. പേൾ ഓറിയന്റ്
ചീസ് കേക്ക് വേണമെങ്കിൽ പറയുന്നേ ടേസ്റ്റ് ഉണ്ടാകും. കൊള്ളാം. കുറേ ചേട്. കൊള്ളാം മിച്ചുക്കുട്ട, മിച്ചു കൊള്ളാം, ഇഷ്ടപ്പെട്ട? അവന് ചോക്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് അതാണ് ഇതാണ് ഇവിടെ ഇഷ്ടപ്പെട്ടത്. ഞാൻ നോക്കട്ടെ. ബിസ്ക്കറ്റ് എടുത്തോ, ബിസ്ക്കറ്റ് എടുത്തോട്ടോ. അവിടെ നിന്ന് ഓരോ പേൾ ഓറിയൻറ്റഡ് ചീസ് കേക്കും ഓരോ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ചീസ് കേക്കും ഓർഡർ ചെയ്തു. രണ്ടും അടിപൊളിയായിരുന്നു. പക്ഷേ അല്പം കൂടെ കൂടുതൽ ടേസ്റ്റ് പേൾ ഓറിയൻറ്റഡ് ചീസ് കേക്കിനായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. വേണോ? നീ വേണോ? ശരി, ഞാൻ എടുത്തോട്ടെ. ഇങ്ങനെ കേക്കൊക്കെ കഴിച്ചിരുന്നു. സമയം 11 മണിയായി കേട്ടോ. പിന്നെ ഒരു യൂബറൊക്കെ വിളിച്ച് നേരെ റൂമിലോട്ട് പോയി. ഉണ്ടാവും സാറിന് അവിടെ നിന്ന് ബുക്ക് ചെയ്യാം. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ബുക്ക് ചെയ്ത് ഞാൻ നമ്പർ തരാം, അഥവാ സാറിന് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ആണോ? ആ ഓക്കെ. അല്ല, അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. എല്ലാവരും സിറ്റിയിലേക്ക് തന്നെ വരും. ഇത്ര ദൂരം ട്രിപ്പ് കിട്ടുമായില്ല. 3 കിലോമീറ്ററിനുള്ളിൽ ക്യാബ് ഉണ്ടെങ്കിലേ കണക്ട് ആവും. കറക്റ്റ് ആവും. നാളെ പകൽ വീണ്ടും ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നാളെ രാത്രി ഇവിടെ നിന്ന് തിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.